പക്ഷെ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ ചില കാര്യം പറയണമെന്നുണ്ട്. അതിനാ ഞാനിങ്ങോട്ട് വന്നത്. ഇനി ചിലപ്പം നിങ്ങൾ ആരെയും കാണാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ അഭ്യാസം നിർത്തിയിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ പറഞ്ഞിട്ട് പോ. ഞാൻ പറയാൻ കിരിയട്ട, കുറച്ചൊരു ഇരുന്നൂട്ട്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. പ്രകാശേ, നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട. അതിനല്ലെങ്കിൽ നീ മിടുക്കനാണല്ലോ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോളോ അവിടുന്ന്. ഇതൊരു കൊലയാളിക്ക് നിൽക്കേണ്ട സ്ഥലമല്ല. ഞാനും എന്റെ അമ്മയും ഭാര്യയും സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോ. അപ്പച്ചി, എനിക്ക് വിശക്കുക. കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഇന്നലെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇതുവരെ ഞാൻ പട്ടിണിയായിരുന്നു. ആഹാരം കഴിക്കാത്തോണ്ടെന്ന് തോന്നുന്നു എനിക്ക് തല ഇറങ്ങുന്നു. എന്തെങ്കിലും കഴിക്കണം. അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരൂ. അത് കഴിച്ചിട്ട് പൊയ്ക്കോളാം. ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം കിട്ടില്ല നിനക്ക്. ഗിരീഷ്, വേണ്ട. അമ്മേ, നീ വാ. അമ്മേ വേണ്ട. വേണേ ഭക്ഷണം കഴിക്കാനുള്ള കാശ് കൊടുക്കാം. അവൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. പ്ലീസ് ഗിരിയേട്ട, എനിക്ക് ഈ വീട്ടില് ഗിരിയേട്ടനും ഏട്ടത്തേക്ക് അടുത്ത് നിൽക്കുമ്പോ അപ്പച്ചിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോട്ടെ. നീ വാ. ഗിരി, അവന് വിശന്നിട്ടാവും. എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോട്ടെ. അതേ തിരുമേനി, പുഷ്പാർച്ചനയും മുഖച്ചാർത്തും പിന്നെ ഗണപതി ഹോമം. ശരി, ഞാൻ രാവിലെ എത്തിക്കോളാം. നന്ദുവിന്റെ പേരില് നാളെ അമ്പലത്തിൽ പൂജകൾ നടത്തുക അമ്മേ. തിരുമേനിയോട് അതിന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാ. നാളെ നന്ദുവിന്റെ ബർത്ത്ഡേ അല്ലേ? അവൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ടോന്ന് നോക്കിയിട്ട് പോരെ. ദൈവങ്ങൾക്ക് പുഷ്പാർച്ചനയും പൂജകളും. അങ്ങനെ പറയല്ലേ അമ്മേ. പിന്നെ എങ്ങനെ പറയണം? മനുഷ്യരിലുള്ള വിശ്വാസം ഇല്ല,
ദൈവങ്ങളുടെ മേലും എനിക്കിപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പൂജയും വഴിപാടുകളും ഒക്കെ ചെയ്തിട്ടുള്ള എന്നെ ഇങ്ങനെ കരയിപ്പിക്കുവോ? അമ്മേ, വിഷമിക്കാതെ. അവന്റെ ജന്മദിനങ്ങൾ ഓരോ പ്രാവശ്യവും വലിയ ആഘോഷങ്ങളായിരുന്നതല്ലേ. കേക്ക് മുറിക്കലും പാർട്ടിയും വിരുന്നും ഒക്കെ. ഇപ്രാവശ്യത്തെ ജന്മദിനം കണ്ണീരിന് നടുവില. നാളെ ഞാൻ എന്തായാലും അമ്പലത്തിലേക്കില്ല. അമ്മേ, ദൈവത്തെ നിന്ദിക്കണ്ട. നമുക്ക് നല്ലത് ചിന്തിക്കാം. നല്ലത് തന്നെയാ ചിന്തിക്കുന്നത്. പക്ഷെ ചിന്തിച്ചത് കൊണ്ട് മാത്രം കാര്യമായോ? നീ ഒരു MLA അല്ലേ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? അമ്പലത്തിൽ പുഷ്പാഞ്ജലി ശത്രു സംഹാരവും ചെയ്യുന്നു പറഞ്ഞ് കയ്യും കെട്ടി ഇരുന്ന പോരാ. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും വേണം. വേണ്ട, ഒന്നും പറയുന്നില്ല ഞാൻ. അമ്മേ, എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഇന്നലെ വീട്ടിൽ ചെന്ന് കയറിയപ്പോ അച്ഛനും അമ്മ എന്നെ കുറ്റപ്പെടുത്തി. ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് അമ്മയെ വിളിച്ച് പരാതിപ്പെട്ടല്ലേ? എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ അമ്മ? നന്ദുവിനെ കാണാതായതില് അമ്മയ്ക്ക് മാത്രമേ വിഷമമുള്ളൂ, എല്ലാവർക്കും ഇല്ലേ? എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. അവനെ പ്രസവിച്ചത് ഞാനാ. എന്റെ വിഷമം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആരുമില്ലാത്ത അനാഥനെ പോലെ അവൻ എവിടെയോ അലയായിരിക്കും, അല്ലെങ്കിൽ ആരുടെയോ തടവിൽ. അതോ ഇനി അമ്മ, എന്റെ മനസ്സിൽ അങ്ങനെ ഓരോരോ സംശയങ്ങൾ തുടങ്ങിയിരിക്കുക. നിങ്ങളെല്ലാവരും കൂടി എന്നെ മണ്ടിയാക്കുകയാണോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല. ഞാൻ ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങളാ അമ്മ തലേ കയറ്റി വെക്കുന്ന. ഞാൻ തെറ്റായിട്ട് എന്താ പറഞ്ഞത്? എന്റെ സ്ഥാനത്ത് നീ എത്തണം. മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ആ അവസ്ഥയിലെത്തിയാൽ നീ പറയും അന്ന് ഈ അമ്മ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന്. ഒരു കാര്യം ചെയ്യാമേ, നാളെ നന്ദുവിന്റെ പേരിൽ കൊടുത്ത പൂജകളൊക്കെ വേണ്ടെന്ന് വിളിച്ചു പറയാം. വേണ്ട, ഇനി മാറ്റി പറയണ്ട. ഞാൻ ദൈവത്തിനൊന്നും നിന്ദിച്ചതല്ല. ആകെ ഭ്രാന്ത് കയറി നിൽക്കുക. എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. അപ്പച്ചി, എനിക്കൊരു ദോശം കൂടെ തരുമോ?
ആവശ്യത്തിന് കഴിക്കും. വെപ്രാളപ്പെടേണ്ട പ്രകാശേ. സമയമെടുത്ത് സാവകാശം കഴിച്ചാൽ മതി. എന്താടാ? ആഹാരത്തിന്റെ മുമ്പിലിരുന്ന് കരയാതെ പ്രകാശേ. ഞാൻ കാരണം നിങ്ങളൊക്കെ എന്തുമാത്രം പഴി കേട്ടു. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനി കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിഷമിക്കാതെ. അപ്പച്ചി, സത്യമായിട്ടും ഞാൻ നിരപരാധിയാ. അതൊക്കെ കോടതി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. നീ കഴിച്ചിട്ട് എണീറ്റേ. വഴക്ക് പറയാതെ ഗിരി. ഗിരിയേട്ടൻ പറഞ്ഞു ശരിയാ. ഓക്കെ, കോടതി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് കോടതിയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗിരിയേട്ട ഞാനിവിടെ പറയുന്നത്. ജയിലിൽ എനിക്ക് ആഹാരം കിട്ടുമായിരുന്നു, പക്ഷെ അവിടെ സ്നേഹം കിട്ടില്ലായിരുന്നു. അവിടെ ആഹാരത്തിന് പാത്രവും പിടിച്ച് ക്യൂ നിൽക്കണം. ഒന്നുകൂടെ കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കാൻ അവിടെ ആരുമില്ല. ചിലപ്പോൾ നമ്മുടെ ആഹാരം കൂടുതൽ ശക്തിയുള്ള ആൾക്കാർ തട്ടിപ്പറങ്ങി. അന്ന് പട്ടിണിയാ. അപ്പോഴാ ആഹാരത്തിന്റെ വില അറിയുന്നത്. ഇന്നിപ്പോ ഭക്ഷണത്തിന്റെ രുചി അറിയുന്നു. വിധി. ഇനിയിപ്പോ അങ്ങനെ സമാധാനിക്കും. എല്ലായിടത്തും ഉണ്ട് ദുഃഖം. ഇവിടെ തന്നെ നന്ദനെ കാണാതായി. രജനിയും വീട്ടുകാരും നമ്മളും ഒക്കെ അതിന്റെ പ്രയാസത്തിലാ. അയ്യോ, നന്ദനെ കാണാനില്ലെന്ന്. നന്ദൻ അവിടെ പോയി. പറയാൻ ഒരുപാടുണ്ട് പ്രകാശ്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവ കഴിച്ചിട്ട് എണീറ്റ് പോട്ടെ. കഴിച്ചിട്ട് എണീറ്റ് പോടാ. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്ഥലം വിട്ടാൽ മതിയെന്നാ ഗിരിയേട്ടന്. അല്ലേ ഗിരിയേട്ട? നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കാൻ ഒരു കൊതി. അതുകൊണ്ടാ ഗിരിയേട്ട. നന്ദൻ എന്ത് പറ്റി ഏട്ടത്തി? നന്ദൻ ചില പ്രശ്നങ്ങളിൽ പെട്ടു. അങ്ങനെയാ. ഒളിവിലാണോ? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അപായപ്പെടുത്തിയോ? ഒന്നും അറിയില്ല. അയ്യോ, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങിട്ട് ദിവസങ്ങളായി. അയ്യോ, ഞാനിതൊന്നും സത്യമായിട്ട് അറിഞ്ഞില്ല. കഷ്ടമാണല്ലോ കാര്യങ്ങള്. അതിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അവനോടൊന്ന് സംസാരിക്കട്ടെ ഗിരി. നന്ദനെ കാണാത്തതിന്റെ വിഷമമുണ്ടെങ്കിലും ചെറിയൊരു സന്തോഷമുണ്ട്. രജനി പ്രഗ്നന്റാ. ഇവിടെ ഒരു കുഞ്ഞിക്കാല് വരാൻ പോവുക. ഗിരിയേട്ട, എനിക്ക് സന്തോഷമായി ഗിരിയേട്ട. എന്റെ കണ്ണുകൾ നിറഞ്ഞു പോവാ. അല്ല, പ്രകാശ് നേരത്തെ പറഞ്ഞല്ലോ എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. എന്താ അത്? അതൊന്നും പറഞ്ഞ ഇനി ഗിരിയേട്ടൻ വിശ്വസിക്കും തോന്നില്ല. ഒന്ന് പറയേട്ടത്തി, ആ കുറ്റം ചെയ്തത് ഞാനല്ല. പ്രകാശേ, നീ കഴിച്ചിട്ട് എണീറ്റ് പോകുന്നുണ്ടോ?
എന്താ ഗിരിയേട്ടാ ഇത്? ഗിരിയേട്ടാ, ഞാൻ സത്യ പറയുന്നത്. ഞാൻ സ്നേഹിച്ച കുട്ടിയല്ലേ മീര. അതിനെ ഞാൻ കൊല്ലുവോ? നോവിക്കെങ്കിലും ചെയ്യോ? ഞാനല്ല മീരയെ കൊന്നത്, സത്യമാ. ആ, സമ്മതിച്ചു. നീ ഒന്ന് കഴിച്ചിട്ട് എണീറ്റേ. പ്രകാശ് അല്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്തത്? രജനി, നീ ഇവൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ നിൽക്കുവാണോ? പ്രകാശേ, ആ കൊലപാതകത്തെ കുറിച്ച് ഇനി പറയണ്ട. ഇവിടെ ആർക്കൊന്നും കേൾക്കുകയും വേണ്ട. അമ്മ പറഞ്ഞല്ലോ, രജനി പ്രഗ്നന്റാ. ആ അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല. നീ വേഗം കഴിച്ചിട്ട് എണീറ്റ് പോ. അത് ശരിയാ ഗിരിയേട്ടൻ പറഞ്ഞത്. സത്യ, ഈ കുടുംബത്തിലൊരു നല്ല കുഞ്ഞു വരും. നിങ്ങളൊക്കെ നല്ല ആളുകളാ. ഏട്ടത്തി ഗിരിയേട്ടന്റെ ഭാര്യയായിട്ട് വന്നതേ ഏട്ടത്തിയുടെ മുജ്ജന്മ പുണ്യ. എനിക്കറിയാം നിങ്ങളുടെ ഈ ലോകം എത്രമാത്രം സന്തോഷമുള്ളതായിരിക്കും. ഈ വീടിന് ചേരാത്ത ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അത് പോയി കിട്ടി. ഇനി ഈ കുടുംബത്തിന് ഒരു ദോഷവും വരില്ല. മോനെ, നീ അതൊന്നും ആലോചിക്കാതെ കഴിക്കടാ. വേണ്ട പച്ചി, മതി. വയറ് നിറഞ്ഞു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. സന്തോഷമായി. ഹലോ മിനിസ്റ്റർ, ഞാൻ അരുന്ധതിയാ. ആ പറയൂ മാഡം. ഋഷിയുടെ കാര്യം പറയാനായിട്ടാണ് ഞാൻ മിനിസ്റ്ററെ വിളിച്ചേ. മാഡം, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കുകയല്ല മന്ത്രിസഭയുടെ ജോലി. കുറെ നാളായി കേൾക്കുന്നു, നന്ദനെ കാണാനില്ല, ഋഷിയെ കാണുന്നില്ല. അവരെവിടെയെങ്കിലും പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് മാഡം? വല്ലാത്ത തലവേദനയാണ്. അത് ശരി, മിനിസ്റ്റർക്ക് എന്റെ പരാതി ഇപ്പൊ തലവേദനയായിട്ട് തോന്നി തുടങ്ങിയല്ലേ? പാർട്ടിക്ക് വേണ്ടിയൊക്കെ എന്റെ സംഭാവന വാങ്ങുമ്പോ ഈ തലവേദന ഉണ്ടായിരുന്നില്ലല്ലോ മിനിസ്റ്റർ. മാഡം മാത്രമല്ല, ഒരുപാട് പേർ പാർട്ടിക്ക് സംഭാവന നൽകാറുണ്ട്. നിയമത്തിനകത്ത് നിന്ന് അവരെയൊക്കെ പാർട്ടി സഹായിക്കാറുമുണ്ട്. പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പണം വാരി എറിഞ്ഞിട്ടുള്ളത്. കാറായും ബംഗ്ലാവായും റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ എന്റെ അടുത്ത് സ്വീകരിച്ചവർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. മാഡം, ഞാനൊന്ന് പറയട്ടെ. മരുമകന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മൂന്നാറിലെ തേയിലത്തോട്ടം വേണമെന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. പഴയ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഒന്നും പറയല്ലേ മാഡം. എന്റെ മകന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. മാഡം, ഇതിപ്പോ പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ... എന്റെ മകനെ കാണാനില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് മിനിസ്റ്റർ? പരാതി പോലീസിനും ഗവൺമെന്റിനും ഒക്കെ കൊടുക്കണം. അത് സമ്മതിച്ചു. മുമ്പ് മേഡം കൊടുത്ത പരാതിയിൽ അന്വേഷണം നടക്കുമ്പോൾ പിന്നെ മേഡം ഒന്ന് തണുത്തു. കുറെ കാലം മിണ്ടാതിരുന്നു. അതെന്താ? അപ്പോ ഋഷിയെ കണ്ടെത്തിയിരുന്നോ? പോലീസിനോട് പറഞ്ഞു മടുത്തിട്ട് മിണ്ടാതിരുന്നതാ. മിനിസ്റ്റർ, ഇപ്പോഴത്തെ എന്റെ പരാതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ച് എന്നെ സഹായിക്കണം. അന്വേഷണം ഊർജിതപ്പെടുത്തണം.
MLA-യുടെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് MLA-ക്ക് പരാതി, മേഡത്തിന് മകനെ കാണുന്നില്ല എന്നുള്ള പരാതി. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ അറിയൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചാൽ പ്രശ്നം തീരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസും ഭരണവും ഒന്നും വേണ്ടല്ലോ മിനിസ്റ്റർ. പണ്ട് മകൻ അപകടം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. നിങ്ങൾ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീർത്തോളാം എന്ന് പറഞ്ഞു. ഇപ്പോഴും അതുപോലെ എന്തെങ്കിലും ചെയ്യണം മാഡം. ദയവായി സർക്കാരിനെ നാറ്റിക്കരുത്. വല്ലാത്തൊരു കഷ്ടം തന്നെ. ശരി. മിനിസ്റ്റർ എന്ത് പറഞ്ഞു മാഡം? അയാൾ എന്നെ ഉപദേശിക്കുന്നു. ഗവൺമെന്റിന് ചീത്തപ്പേരുണ്ടാക്കരുത്, ഗവൺമെന്റിന് നാറ്റിക്കരുതെന്നൊക്കെ പറഞ്ഞുണ്ട്. പാർട്ടി സമ്മേളനം, തെരഞ്ഞെടുപ്പ് ഫണ്ട്, ക്ലീനം റാലി എന്നൊക്കെ പറഞ്ഞ് തലയും ചൊറിഞ്ഞ് കൈയും നീട്ടി കാശ് വാങ്ങിയതൊക്കെ അങ്ങ് മറന്നു. ഇപ്പൊ പറയാ പാർട്ടിക്ക് ഫണ്ട് എല്ലാരും കൊടുക്കുന്നു. മാഡം, രാഷ്ട്രീയക്കാരെ അധികം വിശ്വസിക്കണ്ട. അവർക്ക് കാര്യങ്ങൾ ഓടിപ്പോണം. അന്ന് ആര് കാശ് കൊടുക്കുന്നോ അവരാണ് നല്ല ആൾ. ഇപ്പം മാഡത്തെ കൊണ്ട് പാർട്ടിക്ക് വലിയ ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ആ പ്രതീക്ഷയും പോയി. ഇനി ഋഷിക്ക് വേണ്ടി ഏത് വാതിലും മുട്ടാനാ?